സുപ്രഭാതം കാരവന്റെ യാത്രയിൽ കാരവൻ കണ്ട കാഴ്ചയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയുടെ മുൻപിലാണ് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ചോക്കാട് പഞ്ചായത്തിലെ പന്നിക്കോട്ടുമുണ്ട എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ട് വൈറലായ ഒരു നിർമ്മിതിയാണ് ഒരു കപ്പലും ഒരു വ്യത്യസ്ത ആകൃതിയിലുള്ള 100 കൊടികളുമൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മനോഹരമായ കാഴ്ച. ഞാൻ പറയുന്നു, അത് സോഷ്യൽ മീഡിയയിൽ കണ്ട പോലെയുള്ള ഒരു കാഴ്ചയേ അല്ല, അത് നേരിട്ട് കാണുക തന്നെ വേണം. കാരണം അതൊരു അത്ഭുതമാണ്. നമ്മൾ എക്സ്പോയിലൊക്കെ കാണുന്നത് പോലെ ഒരു റോഡരികോട് ചേർന്ന് ഒരു വിശാലമായ സ്ഥലത്ത് ആര് ഇതുവഴി പോവുകയാണെങ്കിലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന ഒരു അത്യപൂർവമായിട്ടുള്ളൊരു നിർമ്മിതി. ഇതാണ് ഞാൻ പറഞ്ഞ ആ കാഴ്ച, നമ്മൾ കണ്ട ഒരു കാഴ്ച. പക്ഷേ ഇവിടെ സുപ്രഭാതം കാരവൻ എത്തി ഇത് കാണുമ്പോൾ ആ കാഴ്ച ഒരുപക്ഷെ സമ്മേളന ചരിത്രത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മനോഹരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ അന്വേഷിച്ചു ഇതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ നമുക്ക് വന്ന ലിസ്റ്റുകളിലൊന്നും ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടില്ല. എടുത്തു പറയണം ഇവരുടെ ഈ ഒരു നല്ല ഒരു കൊടിമരം, അതോടൊപ്പം ഒരു 100 കൊടിമരങ്ങൾ വ്യത്യസ്ത അളവുകളിൽ നല്ല ഒരു ശൈലിയിൽ അത് നൽകിയിട്ടുണ്ട്. ഒപ്പം നടുവിൽ അതിമനോഹരമായ ഒരു തോണിയും ഒരു പായ്ക്കപ്പലും നിർമ്മിച്ചിട്ടുണ്ട്. അതിന് പിറകിൽ സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഉൾപ്പെടെ മനോഹരമാക്കി ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്ത പ്രിയപ്പെട്ട ഈ ഒരു പ്രദേശത്തെ ആളുകളാണ് എനിക്ക് പിറകിലുള്ളത്. ഇതിൻ്റെ ഇവിടുത്തെ സമസ്തയുടെയും നമ്മുടെ സംവിധാനങ്ങളുടെയും ഒക്കെ ഭാരവാഹികളും മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും SKSFകാരും SYSകാരും മദ്രസാധ്യാപകരും ഒക്കെ എനിക്ക് പിറകിലുണ്ട്. ഏതായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഉസ്താദിൻ്റെ പേരൊന്ന് ഉസ്താദിനൊന്ന് പരിചയപ്പെടുത്തുക. അനസ് ഫൈസി, ഈ പന്നിക്കോട്ടുമുണ്ട മഹലിൻ്റെ ഖാദിയാണ്. ഇത് റേഞ്ച് സെക്രട്ടറിയാണ് ഷിയാബുദ്ദീൻ ഫൈസി. അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള ഞങ്ങളുടെ മഹലിലെ സെക്രട്ടറിയാണ് കുട്ടിയപ്പോക്ക. ഇവിടുത്തെ SKSFിൻ്റെയും സമസ്തയുടെ പോഷക സംഘടനയുടെയൊക്കെ പ്രിയപ്പെട്ട യുവാക്കൾ, മറ്റു സമസ്ത റേഞ്ചിൻ്റെയും പോഷക സംഘടനയുടെയൊക്കെ ഭാരവാഹികളാണ് ഇവിടെ കൂടെ ഉള്ളത്. എന്താണ് സമസ്ത സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു വെറൈറ്റി കണ്ടെത്താനുള്ള കാരണം എന്താ? ഞങ്ങൾ ചോക്കാട് റേഞ്ച് ജമീയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ ഒരു 100 പതാക നാട്ടണമെന്ന് സംഘത്ത് തീരുമാനിക്കുകയും ആ വിവരം റേഞ്ചാകുമ്പോൾ ഏതെങ്കിലും ഒരു മഹലിൽ അത് ഏറ്റെടുത്ത് നടത്തണമല്ലോ. അങ്ങനെ ഈ വിഷയം റേഞ്ച് ഭാരവാഹികൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പന്നിക്കോട്ടുമുണ്ട മഹലിലെ യുവാക്കൾ, ഉസ്താദെ സമസ്തൻ്റെ 100ാം വാർഷികമല്ലേ, അത് ഞങ്ങൾക്ക് ഉഷാറാക്കണം എന്ന് പറഞ്ഞ് അവർ മുന്നിട്ടിറങ്ങി ഒരാഴ്ച രാവെന്നോ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വളരെയധികം ആത്മാർത്ഥമായി. അങ്ങനെ ഉസ്താദ് ഞങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞ ആളുകൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഒന്ന് പേരൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് ഷെരീഫ്. ഷെരീഫ് ഖാന്റെ തലയാണോ ഈ തല? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് എല്ലാ ഇപ്പം ചെറുപ്പക്കാരും വലിയവരായിട്ടും എല്ലാവരും ആയിട്ടുണ്ട്. എല്ലാവരും എല്ലാവരും ഇങ്ങനെ ആവണം ഒരു സംഗതി എന്ന് പറയാൻ കാരണം അങ്ങനെ നമ്മളൊരു പാട്ടിനെ ആസ്പദമാക്കിയിട്ട് ആ പണ്ട് പായക്കപ്പലിൽ എന്നൊരു ഓർമ്മ വന്നു, അതിൽ നിന്നൊരു പ്രചോദനം. അങ്ങനെ ടീമിനൊക്കെ കൂട്ടിയപ്പോ എല്ലാവരും ഒരു ടീം ഇതുണ്ട്. എല്ലാവരും നമ്മൾ പറയും, അതിനനുസരിച്ച് എല്ലാവരും അവർ കേൾക്കും. പേര് ജിഷാദ് ബാബു ഉണ്ട്, പിന്നെ റയീസ്, സാപ്പി, അനു, ആദില്, റിയാസ്, പിന്നെ അതുപോലെ ചെക്കന്മാർ ഒരുപാട് പേരുണ്ട്. അമനുസ്ലിം സഹോദരങ്ങളും എല്ലാവരും ഉണ്ട്, നാനാ ജാതിക്കാരും. പിന്നെ ജിനീഷിനെ പ്രത്യേകം, അവന് ജോലിക്ക് പോയതുകൊണ്ടാണ് ഇല്ലാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനും എല്ലാ പരിപാടിക്കും സജീവമായിട്ട് കൂടുന്നതാണ് നമ്മളിപ്പം. എപ്പോഴാണ് വർക്ക് തുടങ്ങൽ? എപ്പോഴാണ് എന്നിട്ട് തിരികെ വീട്ടിലേക്കൊക്കെ വർക്ക്? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ തുടങ്ങും. പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് ഒരു 8 മണി വരെ അങ്ങനെ. അത് പിന്നെ വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒരു 5 മണിക്ക് ശേഷം ചിലപ്പോൾ 12 മണി 11 മണി അങ്ങനെയൊക്കെ ആവും. ചിലപ്പോൾ ലാസ്റ്റ് ടൈമിൽ 3 മണി വരെ നിന്നവരുണ്ട്. അപ്പൊ ഷെരീഫ് ഖാ, നമുക്ക് ഫ്ലെക്സിൽ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണല്ലോ. ആരൊക്കെയാണ്? ഒന്നാമത്തെ ആളും ഒക്കെ ഒന്ന്. ഒന്നാമത്തത് അബൂബക്കർ, രണ്ടാമത്തത് കാണുന്നത് ആസാദ്, മൂന്നാമത്തത് ജിഷാദ് ബാബു, നാലാമത്തത് ജിനീഷ്, അതായത് ഒരു മുസ്ലിം സഹോദരനാണ്. അതെ, അത് നമ്മളിപ്പോ ഇവിടെ എല്ലാ പരിപാടിക്കും, അതേപോലെ റബിയുൽ അവ്വലിന് ദൊപ്പോ അങ്ങനെ നേർച്ച കാര്യങ്ങൾ എല്ലാത്തിനും സഹകരിക്കുന്ന അങ്ങനെയുള്ള ഒരാളാണ്. ജിനീഷ് ഇവിടെ ഇല്ല, ജോലിക്ക് പോയതാണ്. അവന് സങ്കടം ഉണ്ടാവും വരാത്തതില്. ജിനീഷ് സങ്കടപ്പെടേണ്ട. ജിനീഷിനെ ഞങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നു. ജിനീഷിന്റെ ആ സംഭാവനയെ വളരെ വലിയ രീതിയിൽ നമ്മൾ മുഖവിലക്ക് എടുക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും നന്മകളും നേരുകയാണ്. ജിനീഷ് കൂടി ഇവിടെ വേണ്ടതായിരുന്നു അല്ലേ നമുക്ക്? അതെ. സംസ്ഥയുടെ പ്രവർത്തനം എങ്ങനെയാണ്? എല്ലാ ആളുകളും, എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ച് നിന്നുകൊണ്ട് അടുത്ത ആളെ
ആദിൽ. ആദില്. ഇത് ഷാഫി, പിന്നെ ഷഹബാസ്, ഫഹദ്, നിഫാല്, മുജീബ്, അൻഷിദ്, സനൂബ്, പിന്നുള്ളത് ഞാനാ ഷെരീഫ്, ഹാരിസ്, റിയാസ്, ഫായിസ്, സിദ്ദീഖ ഹൈത്തമി, പിന്നെ അജ്സൽ, റയീസ്. നമ്മളെ നിർമ്മാതാവ് കുറച്ച് ബാക്കിലാണല്ലോ വന്നിട്ടുള്ളത്. അത് കുഴപ്പമില്ല, അതിൽ നമ്മളെല്ലാത്തിലും ബാക്കില് മതി. എല്ലാരും മുന്നിലേക്ക്, എല്ലാരും എന്റെ മുന്നിലുള്ളതാണിത്. ഞാൻ ബാക്കിലുണ്ടായാൽ മതി, അപ്പൊ എല്ലാരും മുന്നിലുണ്ടാവും. ഉസ്താദ് ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നു ഉസ്താദേ? വളരെ സന്തോഷം. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടല്ലോ. സാധാരണ ഒരു 100 പതാക പൊന്തിക്കാം എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ റേഞ്ച് കമ്മിറ്റി തീരുമാനിച്ചത്. അവർ സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ, മഹിള സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മൾ ഈ സ്ഥലം വിട്ടുവന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ആയി ഈ സംഭവങ്ങൾ. ഇവിടുത്തെ സമസ്തയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാ, ചോക്കാട് റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സമസ്ത എന്ത് ആജ്ഞാപിക്കുന്നോ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും അത് അപ്പടി കാലതാമസം കൂടാതെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന റേഞ്ചും കൂടിയാണ് ഈ ചോക്കാട് റേഞ്ച് ഉള്ളത്. മാത്രമല്ല, ഈ സംവിധാനം ഒരുക്കിയ സമയത്ത് ബഹുമാനപ്പെട്ട അസ്കറലി ഫൈസ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രൗഢമായ ഒരു സദസ്സം തന്നെയായിരുന്നു. ഫരീദ് റഹ്മാനി അടക്കമുള്ള വലിയ നേതാക്കന്മാരും പണ്ഡിതന്മാരും പങ്കെടുത്ത വലിയൊരു പരിപാടിയായിരുന്നു ഇതിൻ്റെ ഈ പതാക ഉയർത്തുന്ന ദിവസം. അതാണ് ചോക്കാട് റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മാനേജ്മെൻ്റ് ആണെങ്കിലും കുട്ടിയാപ്പൂൻ്റെ നേതൃത്വത്തിലുള്ള, നമ്മുടെ പറയപ്പെട്ട കുട്ടിയാപ്പൂൻ്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ നേതാക്കളും എല്ലാവരും വളരെ സജീവമായിട്ട് സമസ്തക്കൊപ്പം അതിൻ്റെ വിജയത്തിനും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എൻ്റെ കൂടെ നിഫാലുണ്ട്. നിഫാൽ സ്കൂൾ വിട്ട് വരിക. ഏത് ക്ലാസ്സിലാണ് നിഫാലെ? 5. നീ ഇതിൽ എന്താ പണിയെടുത്ത്? ഞാൻ ഇവലപ്പം കൂടി കൊടുത്തു. എന്ത് പണിക്കാന്ന്? ഇവലപ്പോ ഏറ്റാനൊക്കെ കൂടി കൊടുത്തു. കോങ്ങ് പിന്നെ ഇതിന്റെ പണിക്കൊക്കെ. ഈ ചെറിയ തടിയിൽ കവുങ്ങ് ഏറ്റേ? കോങ്ങ് കൊറേ ചെറുക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ ഓരിപ്പോ വന്നിട്ടില്ല. ഇതെന്താ സംഭവം? എന്താണ് ഇത് സമസ്ത 100ാം വാർഷികത്തിന്റെ സമ്മേളനം. 100ാം വാർഷികം എവിടുന്നാ നടക്കുന്ന? കാസർഗോഡില്, കുനിയല്. ഓക്കെ. അപ്പം രാത്രിയൊക്കെ ഇതിന് ഇവിടെ ഉണ്ടാവുമായിരുന്നു? രാത്രി എപ്പോഴെങ്കിലും വരും. പിന്നെ എപ്പോഴായിരുന്നു ഇവിടെ ഇവരുടെ കൂടെ ഉണ്ടാവാറ്? ഇവലെ കൂടെ ശനിയും ഞായറൊക്കെ ഉണ്ടാവലുണ്ട്. ശനി ഞായറൊക്കെ ഉണ്ടാവും. അപ്പം നിനക്കെന്താണ് ഈ ഒരു വർക്ക് എടുക്കാനുള്ള താല്പര്യം? എന്താണ്? ഞാൻ വെറുതെ ഇവലപ്പം കൂടി. വെറുതെ ഒരു രസം. ഏത് ക്ലാസ്സിലാണ് മദ്രസയിൽ പഠിക്കുന്നത്? മദ്രസയില് 5. മദ്രസയിൽ 5. എങ്ങനെ പിന്നെ സമ്മേളനത്തിന് പോകണമെന്നുണ്ടോ? പോണേ പോവാന്നാ? ഓക്കെ. അപ്പം പിന്നെ നിന്റെ കൂട്ടുകാരൊക്കെ എവിടെ? ഇതിന്റെ കൂട്ടുകാരൊക്കെ ഒന്നും കൂട്ടിയില്ലേ വർക്ക് ചെയ്യാൻ? ഓലുണ്ടായിന്. ഇപ്പൊ എവിടെ അറിയില്ല. സ്കൂൾ പോയതാ കാര്യം, വന്നിട്ടുണ്ടാവില്ല. സ്കൂൾ പോയതാ? അത് ശരി. അപ്പൊ ഏതായാലും ആള് ഭയങ്കര കൂളായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെ കുട്ടിപ്പട്ടാളൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. നേതാവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഞങ്ങൾ വരുമ്പോ ഒരേ ഹെൽപ്പ് ചെയ്യാൻ, സ്ക്രൂ എടുക്കാനോ അല്ലെങ്കിൽ കയർ എടുക്കാനോ അങ്ങനത്തെ എല്ലാത്തിനും സജീവമായിട്ട്. എന്ത് പറഞ്ഞു, SBV-ലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? SBV-ലില്ലേ? എന്താ വർക്ക് ചെയ്യാത്ത? വർക്ക് ചെയ്യണ്ടേ? ഇനി വർക്ക് ചെയ്യൂലേ? ഓക്കെ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. കാരണം തലമുറ ഭേദ വ്യത്യാസമില്ലാതെ ചെറിയ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് നിന്ന് അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടും ഒരു ആശയം ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുക. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഇദ്ദേഹം. സെക്രട്ടറിയുടെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ പ്രവർത്തകരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് ആദ്യമായിട്ട് നമ്മുടെ റേഞ്ച് സെക്രട്ടറി നമ്മളോട് പറഞ്ഞിങ്ങനെ മീറ്റിങ്ങിൽ പറഞ്ഞിങ്ങനെ ഒരു നമുക്ക് പദ്ധതി 100 പതാക പൊന്തിക്കണം പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ട് ആലോചിച്ചു. അപ്പോൾ അവർ ഏറ്റെടുക്കാമെന്നും പറഞ്ഞു. 100% സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അവർ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് സ്ഥലം വിട്ടെടുത്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. അത് പൂർണ്ണമായിട്ട് ഭംഗിയായി തീർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇങ്ങനെ ചെയ്ത് കുട്ടികൾക്ക് നല്ല അഭിനന്ദനം കൊടുക്കേണ്ടതാണ്. റേഞ്ചിലെ ട്രഷർ കൂടിയാണ് കുട്ടിയാപ്പാക്കാൻ. ഇവിടെ മദ്രസൊക്കെ എങ്ങനെ പോകുന്നത്? എത്ര കുട്ടികളൊക്കെ ഉണ്ട് ഈ മഹലിൽ? 160 കുട്ടികൾ മദ്രസയിൽ. 170 വീടല്ലേ മഹലിൽ? 170 വീടുകളുള്ളത്. ചെറിയ മഹലാണ്. പക്ഷെ നല്ല സഹകരണമുള്ള, സമസ്തക്ക് 100% സമസ്തയോട് മുഷാവർ എന്ത് തീരുമാനിക്കണം അതിനൊപ്പം നിൽക്കുന്ന ഒരു മഹലാണ്. തയ്യല് 2 സ്ഥാനമാണ് ഇവിടെ. 2 സ്ഥാനമാണ് മദ്രസ ഈ റേഞ്ചില്. കോട്ട പൂർത്തിയാക്കിയ മദ്രസ. അതാണ് 100 എത്ര വീടാണ്? 170 വീടേ ഉള്ളൂ. പക്ഷേ കോട്ട പൂർത്തീകരിച്ച് ഈ ഒരു പ്രദേശത്ത് 2ാം സ്ഥാനത്ത് നിൽക്കാന്ന് പറഞ്ഞു. നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം. എന്തൊക്കെയാണ് ഇതിൽ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുള്ളത്?
ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മളനുബന്ധിച്ച് പായ്ക്കപ്പലായിട്ടും നമ്മളെ എംബ്ലം അതുണ്ട്. പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ആ ഫ്ലെക്സിലും ഉണ്ട്. ഞങ്ങൾ ഭാഗമായിട്ട് ഒരു ഫ്ലെക്സും വെച്ചിട്ടുണ്ട്. ഇതെന്താണ് മെറ്റീരിയൽ, എന്താണ് ബോഡി? ഇത് ഫുള്ള് കമുകാണ് എടുത്തിക്കണത്. ഇതിൽ 100% കമുകും ഇങ്ങനെ ഇതിലാണ്. കുറഞ്ഞ സാധനങ്ങളെ ഇതായിട്ടുള്ളൂ. ഇത് ഷീറ്റ് ആണ് അല്ലേ? ടാർപോളിൻ ഷീറ്റ് ആണ്. ടാർപോളിൻ ഷീറ്റ് ഷീറ്റാണ്. പിന്നെ കുറച്ച് നെറ്റ് കാര്യങ്ങൾ അതാണ്. സംഗതി ഈ ഒരു പ്രദേശത്ത് നിന്ന് കടലോ ഒന്നും ഇല്ല. അപ്പൊ ഒരു കറക്റ്റ് ഒരു ബോട്ടിന്റെ ഒരു ലുക്ക്. എത്ര ഫീറ്റ് ആണ് ഇത് വരുന്നത്? 30 ഫീറ്റ് വരുന്നുണ്ട്. 30 ഫീറ്റോളം വരുന്നുണ്ട്. അപ്പൊ വലിയ കോസ്റ്റ് ഒക്കെ വന്നിട്ട് ഈ ഇത്രയും കവുങ്ങൊക്കെ സംഘടിപ്പിക്കാനൊക്കെ കുറെ സമയം ഉണ്ടാവില്ല. ഇവിടെ തന്നെ പള്ളിന്റെ മദ്രസിന്റെ ഇതിൽ തന്നെ ഇതുണ്ട്. അപ്പൊ എല്ലാവരും സഹകരിച്ചു. ഒരു പ്ലാൻ ഇട്ടപ്പോ തന്നെ എല്ലാവരും കൂട്ടമായിട്ട് വന്ന് എത്ര ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഈ ഒരു പരിപാടി? ഒരു 30-35ഓളം സ്ഥിരമായിട്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാന് കൺസ്ട്രക്ഷൻ വർക്കും ഇതൊക്കെ ആയിട്ട്, ടൈൽസ് വർക്കും ആയിട്ട്. ഇത്തരം നമ്മുടെ നാട്ടിലൊക്കെ വിക്രേസ് എന്നാ പറയാ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഏർപ്പെടുത്തും. അപ്പൊ ഇതിലേക്ക് മാലിക് ദീനാർ എന്നുള്ളതിലെ ഒരു ചിന്തയാണ്. അതിങ്ങനെ ഒരു പാട്ടൊക്കെ പറഞ്ഞില്ല, പാട്ടൊന്ന് പാടിയ പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ട് ഇവിടമിൽ ആണഞ്ഞല്ലോ ഈ ശീലം. ഓക്കെ. അപ്പൊ ഏതായാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കാരണം ഒരു തോണി, ഒരു കപ്പൽ, പായ്ക്കപ്പൽ, നമ്മുടെ സംസ്ഥയുടെ സമ്മേളനത്തിന്റെ സിംബോളിക് എംബ്ലം ഉണ്ട്. അതോടൊപ്പം കറക്റ്റ് നമ്മൾ ഇതിനകത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെ കയറി നിൽക്കാനൊക്കെ പറ്റുമായിരുന്നെങ്കിൽ ഇതൊരു കപ്പലിൽ അല്ലെങ്കിൽ ഒരു പായ്ക്കപ്പലിൽ നിൽക്കുന്ന അതേ പ്രതീതി നമുക്ക് ഇവർ സമ്മാനിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. തൊട്ട് പിറകിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയ ഒരു ഫ്ലെക്സ് ബോർഡും ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഞാൻ പറയുന്നത് ഇവിടെ വന്ന് ഇത് കാണുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഇതിനെ നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നും. നമ്മളിത് വീഡിയോയിലും മറ്റുമൊക്കെ കണ്ടു, പക്ഷേ ശരിക്കും ഞാൻ പറയുന്നു ഇവിടെ വന്ന് കാണണം. ഒരുപക്ഷെ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്ത് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഇതൊന്ന് വാഹനം നിർത്തി ഒന്ന് ആസ്വദിച്ച് മാത്രമായിരിക്കും ഇവർ പോവുക എന്നുള്ളതാണ്. ഇക്ക എങ്ങനെയുണ്ട് ഇവിടുത്തെ സംസ്ഥയുടെ പ്രവർത്തനങ്ങളൊക്കെ? സംസ്ഥയുടെ കുറേ സമ്മേളനങ്ങളൊക്കെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇത്തവണ പോകുന്നുണ്ടോ? പോകാൻ ഉദ്ദേശിക്കേണ്ട ആഗ്രഹമുണ്ടോ? ഏതായാലും വാഹനമൊക്കെ ഏർപ്പെടുത്തി അവിടെ മഹലില് വാഹനങ്ങളൊക്കെ ഏർപ്പെടുത്തി അല്ലേ? ഒരു യുവാക്കളുടെ കൂടെ സജീവമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ മഹൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സാമ്പത്തിക ചെലവ്, റേഞ്ച് നടന്ന പരിപാടിയാണെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ ചെലവുണ്ട്. ഇത് റേഞ്ചാണ് തയ്യാറാക്കി, റേഞ്ചിന്റെ കീഴിൽ റേഞ്ചാണ് ഇതിന്റെ പരിപാടി നടത്തുന്നത്. അത് റേഞ്ച് ആകുമ്പോൾ ഒരു സ്ഥലം ഏറ്റെടുക്കണമല്ലോ, റേഞ്ചിന് പ്രത്യേക സ്ഥലമല്ലോ. മദ്രസപ്പെട്ട പരിധിയിൽപ്പെട്ട ഒരു മദ്രസ ഏറ്റെടുക്കണം. അങ്ങനെയാണ് പന്നിക്കോട് കൊണ്ട് മഹല്ലത് ഏറ്റെടുക്കുന്നത്. അതിൽ യുവാക്കൾ സജീവമായിട്ട്, ഈ യുവാക്കളുടെ ധൈര്യത്തിലാണ് ഞങ്ങളത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട പിന്നെ മഹൽ സെക്രട്ടറി, അപ്പോൾ റേഞ്ചിൻ്റെ ട്രഷറർ കൂടിയാണ്, അദ്ദേഹം ഈ സ്ഥലം വിട്ട് നൽകി. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ചിലവുണ്ട്. അതൊന്നും റേഞ്ച് വഹിക്കണ്ട, ഞങ്ങളെ മഹലിൽ വഹിച്ചു. പ്രത്യേക സെക്രട്ടറി, അതുപോലെ തന്നെ യുവാക്കൾ, ഇവർ ഇവിടെ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഭക്ഷണം കൊടുത്തു, വെള്ളം, അവർക്ക് ആവശ്യമായ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അതൊക്കെ ഈ നാട്ടിൽ ഓരോരുത്തർ ഇങ്ങനെ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി. ഇപ്പോൾ സമസ്തയോടുള്ള പ്രത്യേകമായൊരു കൂറും ബന്ധവും. ഇവർ പറഞ്ഞാൽ ഞങ്ങൾ സമസ്തനം മദ്രസയിൽ പഠിച്ചല്ലോ ഉസ്താദെ, സമസ്തനം ഇതിങ്ങനെയൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ കേവലം ഒരു 100 പതാക നാട്ടെ എന്ന ഉദ്ദേശം ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷേ ഓരോ ദിവസവും പുതിയ പുതിയ ഐഡിയകൾ, ഈ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിലാക്കി ഏറ്റവും ശ്രദ്ധേയമായ രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് ഈ മഹലിലെ യുവാക്കളും കമ്മിറ്റി ഭാരവാഹികൾ, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഭാരവാഹികൾ, ഇവിടെ വരാത്ത ഒരുപാട് ആളുകളുണ്ട്. നിരന്തരം ഇവിടെ വന്ന് ഇതൊക്കെ പരിശോധിച്ച ആളുകൾക്ക് എല്ലാവർക്കും എത്താൻ ഈ സമയത്ത് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഒരു മുസ്ലിം സുഹൃത്തുക്കൾ ഇവിടെ ജാതി മതഭേദം തന്നെ വളരെ ഐക്യത്തോടു കൂടി കഴിയുന്നൊരു പ്രദേശമാണ്. ഇത്തരം നല്ല കാര്യങ്ങളിലൊക്കെ ഒത്തൊരുമ, അതാണ് ഈ മഹലിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ റേഞ്ചിൻ്റെ ഭാരവാഹികൾ, ഈ നാട്ടിലെ ദീനി സ്നേഹികൾ, എല്ലാവരുടെയും ഒത്തൊരുമയുടെ വിജയം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ നിർമ്മിച്ച് ഇങ്ങനെ ഒരു ആയി വന്നതിന് ശേഷം ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എന്തായിരുന്നു? അത് കാണുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം നല്ല അഭിപ്രായമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര അതിശയം കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് എവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒറ്റയടിക്ക് പോകുമ്പോൾ ആൾക്കാർ വാഹനങ്ങൾ നിർത്തി നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു, ഇലക്ഷൻ വർക്കിനൊന്നും പോകാനില്ലേ? ഉണ്ട്, ഇലക്ഷൻ വർക്കിലായിരുന്നു. ഈ ഒരു സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചു. അതെ, അത് അവിടുന്ന് ആൾക്കാർ വിളിച്ച് പറഞ്ഞിരുന്നു, ചെക്കന്മാർ വിളിച്ച് വരാം, അപ്പം അത് ഒഴിവാക്കി പോന്നു. ശരി. അപ്പം ആ രീതിയിലാണ് നമ്മുടെ ഒരു കാഴ്ചയും പ്രവർത്തനങ്ങളും ഒക്കെ ഉള്ളത്. ഇത് ആരെ ഉദ്ഘാടനം ചെയ്ത? അഷ്കർ അലി ഉസ്താദ് അല്ലേ? അഷ്കർ അലി ഫൈസി ഉസ്താദാണ് ഇത് ഇവിടെ ഒരു കൊടിമരത്തിൽ കൊടി നാട്ടി അത് പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ നാടൊട്ടുക്കും സമസ്തയുടെ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ആവേശത്തിന്റെ ഒരു ശതകോടിയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ആ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കാരവൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ കണ്ട കാഴ്ചയിൽ നമ്മൾ ഏകദേശം 5 ജില്ലകൾ പിന്നിട്ട് 6ാമത്തെ ജില്ലയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ
ആറിൽ ഏറ്റവും മനോഹരമായിട്ട് നിൽക്കുന്നത് നിസ്സംശയം പറയാം ഈ ഒരു പന്നിക്കോട്ടുമുണ്ട എന്ന സ്ഥലത്തെ ഈ ഒരു നിർമ്മിതിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഏതായിരുന്നാലും സമസ്ത സമ്മേളനം പായിക്കപ്പൽ ഏന്തിക്കൊണ്ടാണ് മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനവുമായിട്ട് കടന്നു വരുന്നത്. അതിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള എല്ലാ സംഗതികളും സമസ്ത ചെയ്തു വെച്ചത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തകർ ഏറ്റെടുത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നത് ഇത് കേവലം ഒരു അധ്വാനം മാത്രമല്ല, ഇതൊരു കൂട്ടായ്മ കൂടിയാണ്. ഒരാഴ്ചയോളം നീണ്ടു നിന്ന് രാത്രിയും പകലൊന്നും വ്യത്യാസമില്ലാതെ ഇവർ ഒന്നിച്ചു നിന്ന് 36ഓളം ചെറുപ്പക്കാരും പ്രായഭേദമന്യേ വിദ്യാർത്ഥികളും മുതിർന്നവരും ഒക്കെ കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിച്ച്, ഒന്നിച്ച് വെള്ളം കുടിച്ച്, ഒന്നിച്ച് എല്ലാ പ്രവർത്തനത്തിലും ഏർപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ഈ കൊടിമരം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊരു ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിലേക്ക് ക്രമാതീതമായി ഉയർത്തി അതിനെല്ലാം നമ്പറുകൾ വെച്ചിട്ടുണ്ട്. ആ നമ്പറുകളൊക്കെ വെച്ച് 100 എണ്ണം കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കൊടി മരം ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവരിവിടെ നിർത്തിവെച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു പ്രവർത്തനത്തിന് ഇവർക്ക് എല്ലാവിധ അഭിനന്ദനവും നമ്മൾ നേരുകയാണ്.